ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എന്തുണ്ട് വിശേഷം? ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, പോയിട്ട് വന്നതാണ്. വെളിയിലൊക്കെ നല്ല ചൂട്, ഭയങ്കര ചൂട്. അങ്ങനെ വന്നിട്ട് പെട്ടെന്നൊരു വീഡിയോ എടുക്കുകയാണ്. രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഇന്ന് ഇവിടുത്തെ അമ്മ മരിച്ചിട്ട് 6 വർഷം തികയുന്ന ദിവസമായിരുന്നു. അങ്ങനെ പിതൃപൂജ, തിലഹോമം, അതേപോലെ ഗണപതി ഹോമം, അതിനൊക്കെ നമ്മൾ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോയി രാവിലെ വാങ്ങിച്ചു. പിതൃപൂജയുടെ പ്രസാദമൊക്കെ അവിടെ സമർപ്പിച്ചു. നമുക്ക് ഒരു ഇലയിൽ അല്പം ചോറും എള്ളും എല്ലാം കൂടെ തരും. അത് നമ്മൾ അവിടെ തന്നെ ഒരു സ്ഥലമുണ്ട് തെക്ക് വശത്ത്, അവിടെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ കാക്ക വന്ന് കൊത്തി കഴിച്ചിട്ട് പോകും. അതാണ് പിതൃപൂജയുടെ പ്രസാദം. അങ്ങനെയാണ് ഇവിടെ തരുന്നത്. ഓരോ അമ്പലങ്ങളിലും ഓരോ രീതിയായിരിക്കും. ഇവിടെ ഞങ്ങൾക്ക് നരസിംഹസ്വാമി ക്ഷേത്രമാണ് തൊട്ടടുത്തുള്ളത്, അവിടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അമ്മയുടെയൊക്കെ കുടുംബ ക്ഷേത്രമായിട്ട് വരും. എന്ന് വെച്ചാൽ അമ്മയൊക്കെ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നടത്തുന്നതാണ്. ചേട്ടൻ്റെ അമ്മയുടെ 6ാം ചരമവാർഷികമായിരുന്നു ഇന്ന്. അങ്ങനെ അതൊക്കെ നടത്തി. അതിനുശേഷം പിന്നെ ഹോസ്പിറ്റലൊന്ന് പോകണമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയെന്ന് വെച്ചാൽ മോൾക്ക് കുറച്ച് ദിവസമായിട്ട് ജലദോഷം, ഇങ്ങനെ അലർജിയുടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അവളുടെ ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അപ്പോഴും നല്ലൊരു അലർജി ഡോക്ടർ, ഇങ്ങനെ ഗവൺമെൻറ് ഡോക്ടറായിട്ട് ഇരുന്നിട്ട് റിട്ടയറായ ഡോക്ടറാണ്. അങ്ങനെ അവരെ കാണിക്കാമെന്ന് കരുതി പോയതാണ്. പോയി അവൾക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ അവരുടെ ഗുളിക കഴിച്ചത് അവൾക്ക് നല്ല കുറവുണ്ട്. അപ്പോഴേ കുറച്ച് ദിവസം മുമ്പ്, കുറച്ച് എന്ന് വെച്ചാൽ 2-3 മാസം കൊണ്ട് എനിക്ക് ഭയങ്കര തുമ്മലും അതേപോലെ മൂക്കൊലിപ്പും എല്ലാം ഉണ്ട്. പിന്നെ പിറമല്ല, ഇങ്ങനെ ചെറുതായിട്ട് ചൊറിഞ്ഞ് തടുക്കുന്ന ഒരു അലർജി പോലെ, എന്തിൻ്റെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ മോള് പറഞ്ഞ് അമ്മ എന്തായാലും ഡോക്ടറെ എന്തായാലും നമ്മൾ കാണാൻ പോയില്ലേ, അമ്മയും കൂടെ കാണാൻ പറഞ്ഞു. അങ്ങനെ അവരെ കയറി കണ്ടപ്പോൾ അവർ വിശദമായിട്ട് ഇത് എത്ര നാളുകൊണ്ട് തുടങ്ങി എല്ലാം ഇങ്ങനെ ചോദിക്കുമല്ലോ. പിന്നെ ഇത് ഫുഡിൻ്റെ അലർജി ആണോ അതോ പിന്നെ വളർത്തു മൃഗങ്ങളുടെ അലർജി ചിലർക്ക് വരും. വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ നിന്നല്ലേ നമ്മുടെ മാർക്കോ ഉണ്ടല്ലോ, മാർക്കോ പക്ഷേ പെരയ്ക്കകത്തൊന്നും കയറത്തില്ല, വെളിയിലുള്ള ഇതേ ഉള്ളൂ. ഇത് പക്ഷേ അതിൻ്റെ ഒന്നുമല്ല. മാർക്കോയൊക്കെ വരുന്നതിന് മുമ്പേ എനിക്ക് നീരിളക്കം പോലെ ഇങ്ങനെ ശരീരം ചൊറിഞ്ഞ് തടുക്കുന്നൊരു ഇതുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും. പിന്നെ ഒരു ഫിസിഷ്യനെ കണ്ടപ്പോൾ ഒരു ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസം കഴിക്കുമ്പോൾ 2-3 ദിവസത്തേക്ക് നമുക്ക് തുമ്മലും മൂക്കൊലിപ്പൊന്നുമില്ല. അത് കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും. അത് ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് ടെസ്റ്റിനൊക്കെ എഴുതി തന്നു, ബ്ലഡ് ടെസ്റ്റിന്. അങ്ങനെ ബ്ലഡൊക്കെ അവിടെ കൊടുത്തിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അതിൽ അല്ലെങ്കിൽ ഇനി നമ്മൾ ഏത് ആഹാരത്തിൽ നിന്നാണോ അതോ ഏതെങ്കിലും ഫുഡിൽ നിന്ന് വരുന്ന അലർജി ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. അതിങ്ങനെ പുറത്ത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് മരുന്നും പല സൈസ് മരുന്നുകൾ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ചെറുതായിട്ട് അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിന് എന്തൊരു ടെസ്റ്റാണെന്നോ എന്തോ, എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുക. എന്തായാലും ഡോക്ടർ പറഞ്ഞത് ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരട്ടെ, വന്നിട്ട് അത് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് ആലോചിക്കാമെന്നാണ് പറഞ്ഞത്. ശ്വാസം മുട്ടലൊന്നും ആയിട്ടില്ല, ഇങ്ങനെ മൂക്കൊലിപ്പും തുമ്മലും, അതാണ് പ്രധാനപ്പെട്ട ലക്ഷണം. ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം ഇങ്ങനെ മൂക്കൊലിപ്പുണ്ട്, അല്ല തുമ്മലും ഉണ്ട്, ശ്വാസം മുട്ടലുണ്ട്, പിന്നെ ഡസ്റ്റിൻ്റെ അലർജി ഉണ്ട്. ഭയങ്കര ഒരു വല്ലാത്തൊരു അസുഖമാണ് ഈ അലർജി ഉള്ള ആൾക്കാർക്ക്. ഭയങ്കര തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട. മൂക്കൊലിപ്പും മൂക്കടപ്പും പിന്നെ ശ്വാസം മുട്ടലും രാത്രിയായ കഫക്കെട്ടും ഒക്കെ പല പ്രശ്നങ്ങളാണ്. എനിക്ക് പക്ഷെ അങ്ങനൊന്നുമില്ല, ശ്വാസം മുട്ടലൊന്നും ആയില്ല. ഇങ്ങനെ ഈ ശരീരത്ത് ചെറിയ ചൊറിഞ്ഞ് തടുക്കും, പിന്നീട് മൂക്കൊലിപ്പും ജലദോഷവും. അതിപ്പോൾ ഒരു 5-6 മാസം കൊണ്ടാണ് ഇത്രയും ഉള്ളു ശല്യമായിട്ട് തോന്നിയിട്ടുള്ളത്. വല്ലാത്തപ്പോൾ ഞാനതൊന്നും കൊണ്ട് നടക്കത്തില്ല, അതിന് വലിയ ശല്യമായിട്ടില്ല. വല്ലപ്പോഴും ഒരു ചുമയും തുമ്മലും ഒക്കെ വരുമെന്നേ ഉള്ളായിരുന്നു. തുമ്മൽ പിന്നെ സഹിക്കാം, ഈ മൂക്കൊലിപ്പാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഈ ചൊറിഞ്ഞ് തടുക്കുന്നത്. ഗുളികകൾ നമ്മൾ കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാത്തിനും ഗുളിക കഴിക്കണം, അതാണ് ഏറ്റവും വലിയൊരു ശല്യം. ഏതെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ ഗുളിക കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അത് നിർത്താനും ഒക്കത്തില്ല, പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയുണ്ട്. ഇത് തന്നെ മോള് കുറച്ച് നാൾ ഹോമിയോ കഴിച്ചതാണ്. ഹോമിയോയിൽ നല്ലോണം മാറുമെന്ന് വിചാരിച്ചിപ്പോൾ ഏകദേശം 1 വർഷത്തോളം ഹോമിയോ മരുന്നാണ് അവൾ കഴിച്ചത്. പക്ഷേ ഹോമിയോയും ഇതുപോലെ നിർത്തി കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും. എത്ര നാൾ കഴിക്കണോ എന്നുള്ളത് അവർക്കും അറിയത്തില്ല. നിർത്തി ഒരാഴ്ചയെങ്കിലും നിർത്തിയോ പിന്നെ അതേ ഇരട്ടിയായിട്ടൊക്കെ തുമ്മലും ബഹളവും ശ്വാസം മുട്ടലും. അവൾക്ക് പിന്നെ AC-യിലിരുന്നുള്ള ജോലിയും കൂടെ ആയതുകൊണ്ട് AC-യുടെ അലർജി ഉണ്ട്.
മിക്കവാറും ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇങ്ങനത്തെ ഒരു അലർജി ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ നമുക്കെന്തോ ശരീരത്തിന് പിടിക്കാത്ത എന്തോ ഉള്ളതുകൊണ്ടായി കൊച്ചു കുട്ടികൾ പ്രസവിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം ആവുന്നതിന് മുമ്പേ എല്ലാ കുട്ടികൾക്കും കഫക്കെട്ട്, തുമ്മൽ, ചുമ, ശ്വാസം മുട്ടൽ, പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ ഇരിക്കുന്നതാണ് പീഡിയാട്രീഷനെ കാണിക്കാനൊന്നും. അത് എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ഈ അന്തരീക്ഷ മലിനീകരണത്തിലൊക്കെ വരുന്നതായിരിക്കും. പണ്ടുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വല്ല കാലാവസ്ഥകൾ മാറുമ്പോഴോ ഒക്കെ എല്ലാവർക്കും ഇപ്പോൾ ചൂട് മാറി തണുപ്പ് വരുമ്പോഴൊക്കെ ഉള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും പനി, ചുമ, ജലദോഷം, തൊണ്ട കുത്തി ഇങ്ങനെ ഒരു സൗണ്ട്, അങ്ങനെയൊക്കെ ചുമയായിട്ട് വരുന്നത് എല്ലാവർക്കും ഉണ്ട്, ശ്വാസം മുട്ടൽ. പിന്നെ എ സിയിലൊക്കെ ഇരുന്ന് ശീലിച്ചിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പം ആ പുറത്ത് വായുവായിട്ട് പിടിക്കാതെ വരുമ്പോഴും എല്ലാവർക്കും വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർക്ക് ഇപ്പം വൈറ്റമിൻ ഡിയുടെ കുറവ് ഒരുപാടുണ്ടല്ലോ. ഇത് ആൾക്കാരെല്ലാം എ സിയിലിരുന്നല്ലേ ഇപ്പം ജോലി ചെയ്യുന്നത്. രാവിലെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടല്ലേ അത് പുറത്തിറങ്ങുന്നുള്ളൂ. അന്നേരത്തിന് ഈ സൂര്യപ്രകാശം ഒട്ടും ശരീരത്തിൽ കിട്ടുന്നില്ല. അപ്പോഴത്തേക്കിന് നല്ലതായിട്ട് വെളുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ശരീരത്തിൽ ഈ സൂര്യപ്രകാശം കിട്ടാതിരിക്കുമ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞിട്ട് കാലിന് എല്ലിന് എല്ലാം വേദന, കാല് കഴപ്പ്, അങ്ങനെ പല അസുഖങ്ങളെല്ലാവർക്കും. യുവജനങ്ങൾക്കെല്ലാം ഇപ്പോൾ ഇങ്ങനത്തെ അസുഖങ്ങളാണ്. പണ്ടൊക്കെ വയസ്സായവർക്കൊക്കെ ആയിരുന്നു ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ, കാലും കൈയും കഴപ്പും വേദനയും പിന്നെ എപ്പോഴും അങ്ങ് ക്ഷീണം തോന്നുന്നതുമൊക്കെ. അതൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. വൈറ്റമിൻ ഡി പിന്നെ ഫുഡിൽ കൂടെ അങ്ങനെ കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ കുറവാണ്. സൂര്യപ്രകാശത്തിൽ കൂടെ തന്നെയാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലെത്തുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കണം, ഗുളിക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗുളിക കഴിച്ച് തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തത്തുള്ളൂ. എല്ലാവരുടെയും ഇപ്പോൾ ഉള്ള പിള്ളേരുടെയൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ വൈറ്റമിൻ ഡി ഒട്ടും ഇല്ലെന്നാണ്. എല്ലാവരും ഈ വെയിൽ കൊള്ളാതെ അകത്തിരുന്ന് ശീലിച്ചിരിക്കുക. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്നതും എല്ലാം നടന്നും ഓടിയും വെയിൽ കൊണ്ടും, അതുപോലെ വീട്ടിന് വെളിയിൽ ഇറങ്ങിയാലും നമ്മൾ ജോലികൾ മുറ്റം തൂക്കി അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിലുള്ള വൈറ്റമിൻ ഡി ഒക്കെ അന്ന് ആ പ്രായത്തിലൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോഴുള്ള കൊച്ചു കുട്ടികൾ മുതൽ ഒരു ടീനേജ് അത് കഴിഞ്ഞിട്ടുള്ള പിള്ളേർക്കുള്ള ശരീരത്തൊന്നും വൈറ്റമിൻ ഡി ഇല്ല. എല്ലാവരും ഈ AC റൂമിനുള്ളിൽ കയറിയിരിക്കുമല്ലേ. അതുകൊണ്ട് കുട്ടികളൊക്കെ കുറച്ച് പുറത്തിറങ്ങി കളിക്കാനൊക്കെ വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. 4 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ സമയമില്ല, അന്നേരം ട്യൂഷന് പോകണം, പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മമാർ പിടിച്ചങ്ങ് ഇരുത്തും. സ്കൂളിൽ നിന്നേ പഠിച്ച് ബഹളം ഉണ്ടാക്കി ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കും, അത് ചൂടും വെയിലും കാറ്റൊന്നും കൊള്ളാതെ കഴിച്ച് പിന്നെ മുറ്റത്ത് വെയിലുണ്ടെങ്കിൽ ഒട്ടും ഇറക്കത്തില്ല. ഇപ്പോഴത്തെ അമ്മമാർ വെയിലത്ത് ഇറങ്ങി കളിക്കാനേ സമ്മതിക്കത്തില്ല കുട്ടികളെ. അതിൻ്റേതായ അസുഖങ്ങളും എല്ലാ കുട്ടികൾക്കും ഉണ്ട് ഇപ്പോൾ. പണ്ടൊക്കെ 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ കുറേ നേരം കളിക്കുകയും ഓടുകയും തകർക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഇപ്പോൾ നേരെ അടുത്ത ബാഗ് തൂക്കുക, നേരെ അടുത്ത ട്യൂഷനോട്ട് പറഞ്ഞു വിടുക, ഇത് തന്നെ നടക്കുന്നത്. കുട്ടികളിലുള്ള പ്രതിരോധ ശക്തി നന്നായിട്ട് കുറയുന്നുണ്ട് ഇപ്പോഴത്തെ ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാത്തതുകൊണ്ട്. അതുപോലെ തന്നെ പണ്ട് സ്കൂളുകളിൽ പോകുന്ന കുട്ടികളുടെ ചെരുപ്പൊന്നും ഇടാതെ അവർ ഓടിച്ചാടി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ കാലിന് നല്ല പ്രതിരോധ ശക്തി. ഇപ്പോൾ ഷൂസ്, സോക്സ് എല്ലാം ഇട്ട് കെട്ടിമുറുകി കാലിൽ നിന്നും അഴുക്ക് പറ്റാതെ ഒക്കെയല്ലേ കുട്ടികളെ വളർത്തുന്നത്. അതിൻ്റേതായ പ്രതിരോധ ശക്തിക്ക് ഒരുപാട് കുറവുണ്ട് കുട്ടികൾക്കെല്ലാം. അതേപോലെ വലിയ ആൾക്കാർക്കും പല പല അസുഖങ്ങളാണ്. എന്നാലും വയസ്സായവരെ അപേക്ഷിച്ച് മധ്യവയസ്സിലെത്തിയ ആൾക്കാർക്കൊക്കെ മുട്ടിന് തേയ്മാനവും വേദന അങ്ങനെ ഒക്കെയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അലർജി മിക്കവാറും എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പം എന്തുകൊണ്ടായി അലർജി എന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഈ ടെസ്റ്റ് നടത്തിയാലും ഇപ്പോൾ ഒരു കുട്ടിക്ക് വെണ്ടയ്ക്ക തിന്നുന്നതിൽ അലർജി എന്ന് കണ്ടുപിടിച്ചെന്ന് പറയുന്നത് കേട്ടു. അതേപോലെ ഗോതമ്പ് മാവ്, ചിലർക്ക് ഗോതമ്പ് മാവ് കഴിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ തുമ്മൽ, ചുമ, അതെന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കുന്നില്ലല്ലോ. പിന്നെയും നമ്മൾ ഗോതമ്പ് കഴിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഒരു കാരണം കാണുമ്പോഴാണ് ഈ അലർജിയായിട്ടത് കാണിക്കുന്നത്. പിന്നെ അച്ചാറുകൾ, ചിലർക്ക് അച്ചാറുകളൊന്നും ശരീരത്തിൽ പിടിക്കത്തില്ല, പക്ഷേ നമ്മളറിയാതെ പിന്നെയും കൂട്ടും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അന്ന് പറഞ്ഞത് അതുകൊണ്ട് ഏതാണ് നമ്മുടെ ശരീരത്തിന് പറ്റാത്തത്, അതിൻ്റെ എന്തുകൊണ്ടാണ് ഈ അലർജി വരുന്നതെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തണം. അത് ടെസ്റ്റ് വഴി കണ്ടെത്തി അല്ലെങ്കിൽ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഓരോ ദിവസം ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് തുമ്മൽ കൂടുന്നത് അല്ലെങ്കിൽ ചൊറിച്ചിൽ വരുന്നതെന്നുള്ളത് നമ്മൾ തന്നെ കണ്ടെത്താനാണ് ഡോക്ടർ പറയുന്നത്. പിന്നെ അതൊക്കെ ഭയങ്കര പാടില്ല. രാവിലെ മുതൽ നമ്മളിനി ഏതൊക്കെ ഫുഡ് കഴിച്ചപ്പോഴാണ് വന്ന് ചൊറിച്ചിൽ വരുന്നത് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴൊക്കെ ആയിരിക്കും ഇത് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ച് മാത്രമേ ഇപ്പോഴത്തെ അസുഖങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഇനിയിപ്പം എന്തായാലും ഗുളിക തന്ന് വിട്ടിട്ടുണ്ട്, അത് ഒരാഴ്ച കഴിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഈ ടെസ്റ്റ് നടത്തി നമുക്ക് കണ്ടെത്താം എന്നാണ് ഡോക്ടർ ഇപ്പം പറഞ്ഞിരിക്കുന്നത്.
ഇനി അതെന്തോ ടെസ്റ്റാണെന്നും എത്ര രൂപയുടെ ടെസ്റ്റാണെന്നും ഒന്നും അറിയത്തില്ല. വിലയേറിയ ഈ അലർജി ടെസ്റ്റുകൾക്കൊക്കെ ഭയങ്കര വിലയാണ്. അലർജി ഡോക്ടർമാരെ കണ്ടാലും ഇങ്ങനെ ഒരുപാട് സമയമെടുത്ത് നമ്മുടെ അസുഖം എന്താണെന്ന് അവർ കണ്ടുപിടിക്കത്തുള്ളൂ. അത് പൊതുവേ ഒരു മരുന്ന് തന്നിട്ട് പിന്നെ അവരത് കണ്ടുപിടിച്ച് എടുത്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അതൊക്കെ വെയിറ്റ് ചെയ്ത് കണ്ടെത്തണം. എന്തായാലും കൊള്ളാം. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനമായാലും പിന്നെ സൂര്യപ്രകാശത്തിൻ്റെ ഭൂമിയിലുണ്ടാവുന്ന അണുപ്രസരണത്തിൻ്റെ വകയായാലും എല്ലാം കൊണ്ടും എല്ലാവർക്കും പലതരം അസുഖങ്ങളാണ്. നമുക്കൊക്കെ പിന്നെ ഇത്രയൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളല്ലേ ഉള്ളൂ. മനുഷ്യ ശരീരമാകുമ്പോൾ ഓരോരോ അസുഖങ്ങൾ എല്ലാവർക്കും വരും. ഇത്രയൊക്കെ അല്ലയോ വന്നിട്ടുള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓരോ അസുഖങ്ങളൊക്കെ ഓരോരുത്തർക്ക് മെഡിക്കൽ കോളേജിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് കാണുമ്പോഴാണ് നമുക്കൊക്കെ ഇത്രയൊക്കെ അല്ലയോ ഉള്ളൂ എന്ന് നമുക്ക് അന്നേരം തോന്നത്തുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. എന്തൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി മൂക്കും എനിക്കുമൊക്കെ മരുന്നൊക്കെ വാങ്ങി തിരിച്ചു വന്നു. ഡോക്ടർ ഈ ആഴ്ച ഒരു ദിവസമേ ഉള്ളൂ, ചൊവ്വാഴ്ച മാത്രമേ ഈ അലർജി ഡോക്ടറുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ പോയി അതൊക്കെ കണ്ട്. നല്ല തിരക്കുമായിരുന്നു. അവരെ കാണാൻ ഒരുപാട് നല്ല ഡോക്ടറാണ്. അതുകൊണ്ട് ഒരുപാട് പേര് കേട്ട നല്ലൊരു അലർജി ഡോക്ടർ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കാണാനും വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചോറൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അല്പം റെസ്റ്റ് എടുത്ത് ഇവിടെ ഇരുന്നപ്പോഴാണ് നിങ്ങളോട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് കരുതിയത്. അങ്ങനെ അലർജി ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ മരുന്ന് കഴിക്കുന്നതെന്നോ എന്തെങ്കിലും അലർജി മാറാനുള്ള മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. അതൊക്കെ കമൻറ്റുകളായിട്ട് എല്ലാവരും ഇടണം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.